പറയാൻ പോകുന്നത് നമ്മുടെ ഒരു നമ്പറിനെ റിവേഴ്സ് ചെയ്യുക അത് എങ്ങനെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കാം, 153 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ഇൻറ്റിജർ വാല്യൂ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം? അപ്പോൾ നമുക്ക് ഫസ്റ്റ് 3 എടുത്തിട്ട് 3 ആദ്യം കൊണ്ടുപോയി വെക്കണം, പിന്നെ 5 വെക്കണം, പിന്നെ 1 വെക്കണം. അപ്പോൾ നമ്മളിതൊരു മാത്തമാറ്റിക്കൽ രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 മാത്രം ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു നമ്പറിൽ നിന്ന് 3 മാത്രം ആക്സസ് ചെയ്യണം. നമ്മൾ അതിന് എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ നോക്കിട്ടാ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കിട്ടും? നമുക്ക് 3 എന്ന് പറഞ്ഞ ഒരു റിമൈൻഡർ കിട്ടി. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഉള്ള ഒരു ഡിജിറ്റ് കിട്ടും. ഇപ്പോൾ എന്ത് ഇവിടെ ഒരു നമ്പർ ഉണ്ടെങ്കിലും ആ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്താൽ കിട്ടും? 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ആയിട്ട് വരും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ലാസ്റ്റ് ഡിജിറ്റ് കിട്ടണമെങ്കിൽ റിമൈൻഡർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ റിമൈൻഡർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കും. അപ്പോൾ 153യോട് 10 അതായത് പെർസെൻറ്റേജ് അല്ലെങ്കിൽ മോഡുലസ് എന്ന് പറയും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡി എന്ന് പറഞ്ഞ വാല്യൂവിൽ എന്ത് കിട്ടും? ലാസ്റ്റ് ഡിജിറ്റ് കിട്ടും. ലാസ്റ്റ് ഡിജിറ്റ് ഇപ്പം എന്താ? 3. അപ്പോൾ 3 കിട്ടി. ഇനി നമുക്ക് 3 എന്ന് പറയുന്ന സാധനം നമുക്ക് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? ഈ പ്ലേസിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് ഈ ഒരു പ്ലേസിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ റിവേഴ്സ് എന്ന് പറഞ്ഞൊരു നമ്മൾ ഇപ്പോൾ റിവേഴ്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഒരു വേരിയബിൾ സെറ്റ് ചെയ്യണമല്ലോ. അപ്പം നമ്മൾ ആ വേരിയബിൾ നമ്മൾ എന്ത് ചെയ്തു? റിവേഴ്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് കൊടുത്തിട്ടു. അപ്പം ഇനി നമ്മളിവിടെ ഒരു സാധനം കണ്ട റിവേഴ്സ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്ത് കിട്ടും? 0 കൊണ്ട് ഇപ്പം ആദ്യം 0 ആയ കാരണം 0 തന്നെ കിട്ടുക. അതിനോട് ഇപ്പോഴുള്ള ഡിജിറ്റ് പ്ലസ് ചെയ്തു. ഇപ്പോഴുള്ള ഡിജിറ്റ് പ്ലസ് ചെയ്തപ്പോൾ എന്തായി? നമ്മുടെ വാല്യൂ 3 ആയി. ഇനി നെക്സ്റ്റ് ഇറ്ററേഷനിൽ വരുമ്പോൾ എന്താവും? 3 ഇൻറ്റു 10 വരിക. 3 ഇൻറ്റു 10 വരുമ്പോൾ 30. അപ്പോൾ 30 പ്ലസ് ഇനി അടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആ. അപ്പോൾ അടുത്ത് ഇൻറ്റു 10 അപ്പോൾ എന്തിനാ മനസ്സിലായില്ലേ? ഈ 30 പ്ലസ് 5 അപ്പോൾ 35. അടുത്ത വാല്യൂ വരുമ്പോൾ ഇവിടെ ഒരു 10 വരുമ്പോൾ ഇവിടെ ഒരു 0 കയറി വരും. അപ്പോൾ ആ 0ൻ്റെ സ്ഥാനത്ത് നമ്മൾ പിന്നെ പ്ലസ് ചെയ്യുമ്പോൾ ആ വാല്യൂ കയറി വരും. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു 0 വന്നു. 35 ഇൻറ്റു 10 ഇവിടെ ഒരു 0 വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് 1 കൂടി ഇട്ട് കഴിഞ്ഞാൽ എന്താ? 351. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വാല്യൂ കിട്ടിയോ? ഈ 351 കിട്ടിയോ? അതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞതുണ്ടായിരുന്നു, നമ്മൾ റിമൈൻഡർ കണ്ടുപിടിച്ച എപ്പോഴും എന്താണ് കിട്ടുക? ലാസ്റ്റ് ഡിജിറ്റ് ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ് കിട്ടി. ഇനി നമ്മൾ വീണ്ടും ഇങ്ങനെ ലൂപ്പിൽ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് 3 തന്നെയല്ല കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് കളയണ്ടേ? നമുക്ക് 3 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 3നെ കളയണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 5ലേക്ക് എത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിന് ഡിവൈഡ് ബൈ 10 ഇട്ടു. അപ്പോൾ 2 ഡിവൈഡ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ശരിക്ക്? നമുക്ക് പോയിന്റ് വാല്യൂ വരില്ല. അപ്പോൾ നമ്മളിപ്പോൾ 153/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15.3 എന്നാണ് ഉത്തരം കിട്ടുക. അപ്പോൾ ഒരു പോയിന്റ് വാല്യൂ കിട്ടുക, ഡെസിമൽ വാല്യൂ കിട്ടുക. അപ്പോൾ ആ ഡെസിമൽ വാല്യൂ ഇല്ലാത്തൊരു വാല്യൂ ആണ് എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? എന്നിലേക്ക് സ്റ്റോർ ചെയ്ത് കിട്ടുക. അപ്പോൾ ഡിവൈഡ് ബൈ 10 എന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. 15.3 ആണ് ഉത്തരം വരിക. അതിലത്തെ 15 എന്ത് കിട്ടും? ഇൻറ്റിജർ ഡിവിഷൻ എന്നാണ് ഇതിന് പറയുക. കണ്ട ഇവിടെ 153 എന്ന് കിട്ടും. പിന്നെ രണ്ട് ഡിവൈഡ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ പിന്നെ 15 ആവും. പിന്നെയും ഡബിൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആവും. പിന്നെയും ഡബിൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആവും. അപ്പം എപ്പോഴാണോ 0 എത്തുന്നത് അപ്പം മാത്രം നമ്മുടെ ഇതിൻ്റെ ലൂപ്പ് നിർത്തിയാൽ മതി. ഇനി നമുക്ക് പ്രോഗ്രാം ഒന്ന് നോക്കി നോക്കാം. പ്രോഗ്രാം നോക്കുന്ന സമയത്ത് ഒരു മിനിറ്റ്. നമ്മളിവിടെ കണ്ട നമ്മൾ ആദ്യം ഒരു ഇൻറ്റിജർ മേടിച്ചു. നമുക്ക് എക്സിക്യൂഷൻ കാണാം. അതേ വാല്യൂ തന്നെ ഇടാം, 153 തന്നെ ഇടാം. ഇപ്പം നമുക്കിവിടെ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിൽ 153 ഉണ്ട്. ഇനി നമ്മൾ റിവേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഇട്ട് വെച്ചിട്ടുണ്ട്. ആ റിവേഴ്സ് ശരി. ഈ ചോപ്പ് ലൈൻ ഒന്ന് നോക്കിക്കോട്ടെ. ഇനി നമ്മൾ വൈൽ ലൂപ്പിലിട്ടു. വൈൽ ലൂപ്പിൽ നമ്മൾ എന്താ കണ്ടീഷൻ കൊടുത്തു പറഞ്ഞാൽ നമ്പർ 0 ആയി കഴിഞ്ഞാൽ അപ്പോൾ പുറത്തേക്ക് വന്നോ. നമ്പർ 0 അല്ലെങ്കിൽ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കിടന്നു. ഇപ്പം നമ്പർ 0 അല്ലല്ലോ. അപ്പം വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക. അതായത് നമ്പർ 0ൻ്റെ ആയിട്ട് വലുതാണെങ്കിൽ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ കിടന്നു. ഇനിയിപ്പോൾ കിടന്നുട്ടാ. ഈ ആരോ നോക്കിയാൽ മതി. ഇനി ഡിജിറ്റ് ലാസ്റ്റ് ഡിജിറ്റ് എടുക്കണം. ഞാൻ എന്താ പറഞ്ഞത്? റിമൈൻഡർ നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുക? ലാസ്റ്റ് ഡിജിറ്റ് റിട്ടേൺ ചെയ്യും. അപ്പം നമ്മൾ നോക്കിപ്പോൾ ഡിജിറ്റിൽ കണ്ട 3 വന്ന് കണ്ട, ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് വന്ന് കണ്ട. അപ്പം അത് കിട്ടി. ഇനി നമ്മൾ ഈ ഒരു ഇത് അപ്പം നമുക്ക് ഇനി റിവേഴ്സിൽ എന്ത് കിട്ടണം? 3 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടണം. അപ്പോൾ ഇതിന് നമ്മൾ ഇൻറ്റു 10 പ്ലസ് ഡിജിറ്റ്. ഇപ്പോൾ തൽക്കാലമുള്ള വാല്യൂ എന്താ? 0 ആണ്. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വരില്ല. അപ്പോൾ റിവേഴ്സിൽ ഇപ്പോൾ എന്തുണ്ടാവും? 3 ഉണ്ടാവും. അപ്പോൾ നോക്ക് 3 കയറി. റിവേഴ്സിൽ 3 കയറിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം?
ഇതിൻ്റെ ഈ 3നെ എടുത്ത് കളയണം. എന്നാലാണ് ഇനി റിമൈൻഡർ വരുമ്പോൾ ഈ 5നെ കിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കണ്ടോട്ടെ, ഡബിൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് കണ്ടോ, കണ്ട ഇപ്പോൾ ഇവിടെ 15 ആയത് കണ്ട. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് പോയി. ഇനി നമ്മളിപ്പോൾ പണ്ടത്തെ പോലെ തന്നെ റിവേഴ്സ് എടുത്താൽ മതി. പണ്ടത്തെ പോലെ തന്നെ നമ്മുടെ ഇതെടുത്താൽ മതി, ഏത്, ഈ ഡിജിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 5 കിട്ടി. റിമൈൻഡർ എടുത്തപ്പോൾ നമുക്ക് 5 കിട്ടി. ലാസ്റ്റ് ഡിജിറ്റാണ് നമുക്ക് കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ്. ഇനി നമ്മൾ ഈ 35നോട് എങ്ങനെയാണ് കയറിയത്, ഇവിടെ എങ്ങനെ 35 ആയത്? അപ്പോൾ ആദ്യം 3 ആയിരുന്നു, 3നോട് 10 ഇൻറ്റു ചെയ്തു, അപ്പോൾ 30 ആയി. അപ്പോൾ അവിടെ ഒരു 0 കൂടി കയറി വന്നു. എന്നിട്ട് അതിനോടൊപ്പം ഡിജിറ്റും കൂടി കയറിയപ്പോൾ 35 ആയി. ഇനി അതേപോലെ വീണ്ടും ഇങ്ങനെ വന്ന് 351 ആയി, കണ്ട. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് 153യുടെ റിവേഴ്സ് ഡിജിറ്റ് നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് വന്നു, 351 പ്രിൻ്റ് ആയിട്ട് വന്നു. ഇത്രയാണ് നമുക്ക് റിവേഴ്സിങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ ബേസിക് കൺസെപ്റ്റ് ഇവിടെ മനസ്സിലാക്കുക. ഡിജിറ്റിനെ എങ്ങനെ എടുക്കാം, നമുക്ക് ഡിജിറ്റിനെ എടുക്കണമെങ്കിൽ, ലാസ്റ്റ് ഡിജിറ്റിനെ എടുക്കണമെങ്കിൽ റിമൈൻഡർ കണ്ടുപിടിച്ചാൽ മതി. റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് ഇത്. ഡിജിറ്റിനെ എടുക്കാൻ ഈ കാര്യവും, പിന്നെ എപ്പോഴെപ്പോഴും നെക്സ്റ്റ് ഡിജിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബൈ 10 വെച്ചിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലാണ് റിവേഴ്സിൻ്റെ നമ്പറിൻ്റെ കൺസെപ്റ്റ് ഇടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമ്പർ 0 വന്നു, കാരണം ഡിവൈഡ് ചെയ്ത് പോയിട്ട് 0 ആയി. അപ്പോഴാണ് ഈ വൈൽ ലൂപ്പിൻ്റെ ഉള്ളത് പുറത്തേക്ക് വന്നിട്ട് ഈ നമ്പർ പ്രിന്റ് ചെയ്യിപ്പിച്ചത്.